ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ മത്സരിപ്പിച്ച് അതവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പല സമ്മാനങ്ങൾ പലരും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ തവനൂരിൽ ഒരു പുതിയ മാതൃക വരുന്നു എന്നാകട്ടെ. ബാവഹാജിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ലീഡ് കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റിക്ക് എന്താണ് ഓഫർ എന്നറിയാമോ? എന്തായിരിക്കും ഓഫർ? പ്രേക്ഷകർ ആലോചിച്ച് നോക്കിക്കേ. അതായത് UDF തവനൂരിൽ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവഹാജി ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. VS ജോയിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന ബൂത്ത് കമ്മിറ്റി, ആ ബൂത്ത് കമ്മിറ്റിയിലെ മുഴുവൻ പ്രവർത്തകർക്കും ഓഫർ ഇതാണ്: 15 ദിവസത്തെ ഗൾഫ് യാത്ര വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 15 ദിവസത്തെ ഗൾഫ് യാത്ര ബൂത്ത് കമ്മിറ്റിയിലെ മുഴുവൻ ആളുകൾക്കും. അതില് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടോന്ന് അറിയില്ല. ഈ ബാവഹാജിക്കായിരുന്നു തവനൂർ ലീഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ സീറ്റ് അത് VS ജോയിക്ക് കൊടുത്ത് VS ജോയെ ജയിപ്പിച്ചെടുക്കേണ്ട ലീഗ് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് അതുകൊണ്ടായിരിക്കും ഇമാരി ഓഫർ. പക്ഷെ ബൂത്ത് കമ്മിറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്, വോട്ടർമാർക്കല്ല. അപ്പൊ പാർട്ടിയിലെ പ്രവർത്തകർക്ക് നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വോട്ടർമാർക്ക് കൊടുത്തിട്ടില്ല, ബൂത്ത് കമ്മിറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാവഹാജി പറഞ്ഞതൊന്ന് കേട്ടിട്ട് വരാം. എന്തായാലും സംഭവം കിടിലം ഓഫറാണ്, ഒന്ന് കേട്ടിട്ട് വരാം. അത് UAE പോകാൻ ഒരു റിട്ടേൺ ടിക്കറ്റും 15 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും സ്പോൺസർ ചെയ്ത്. ഓക്കെ, അത് മംഗലം തന്നെ അടിക്കുന്ന എനിക്ക് തോന്നുന്നത്. അടിക്കുകയാണെങ്കിൽ മംഗലത്തിന് അടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നിറവേറ്റണം. നിങ്ങളുടെ ബൂത്തിലാണ് നിങ്ങളുടെ പണി. ബൂത്തിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ബൂത്ത് ആരാണ് ലീഡ് ചെയ്യണം നോക്കണം. ഏത് ബൂത്താണ് ലീഡ് ചെയ്യുന്നത്? അതിനും കൂടി പഞ്ചായത്ത് ഒരു പ്രൈസ് പറഞ്ഞു. ഏത് ബൂത്താണ് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തിന് പഞ്ചായത്തും ഒരു ടിക്കറ്റ് കൊടുക്കുന്നാ പറഞ്ഞത്. ഒരു റിട്ടേൺ ടിക്കറ്റ് പഞ്ചായത്തോട് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ബൂത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യണം. ഇനി തമാശയും കളിയൊന്നുമില്ല. നമുക്ക് വോട്ട് ചെയ്യലും വോട്ട് ചെയ്യലാണ്. ഇനി ചേർക്കാനും ഇപ്പൊ സമയമില്ല. സോണൽ കൃഷ്ണ നമുക്കൊപ്പമുണ്ട്. സോണൽ കൃഷ്ണ, സംഭവം CP ബാവഹാജിക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ട് അല്ലേ? സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ ഭാരവാഹികളുടെ ഏറ്റവും വലിയ പൈസക്കാരനാണ്, സമ്പന്നനാണ്. അപ്പോ ഇത് പാർട്ടി കൊടുക്കുവോ അതോ ബാവഹാജി കൊടുക്കുവോ? എന്താണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമൊന്നും ആവാൻ സാധ്യതയില്ലല്ലോ അല്ലേ? അരുൺകുമാർ, നിലവിൽ താൻ തന്നെ നൽകുമെന്നുള്ളതാണ് ബാവഹാജി ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ആ ബൂത്ത് തലത്തിൽ തവനൂരൻ മണ്ഡലത്തെക്കുറിച്ച് നമുക്കറിയാം, കടുത്ത പോരാട്ടം ഇത്തവണ കേരളത്തിലെ ക്ലാസിക് പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തവനൂർ മണ്ഡലം. അവിടെ VS ജോയിയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചാൽ അവിടെ ഉള്ള ബൂത്ത് കമ്മിറ്റി, അതായത് ഏത് ബൂത്തിനാണോ കൂടുതൽ ലീഡ് ലഭിക്കുന്നത് ആ ബൂത്ത് കമ്മിറ്റിയിലെ പ്രവർത്തകരെ വിദേശ യാത്രയ്ക്കായി കൊണ്ടുപോകും. 15 ദിവസമാണ് യാത്ര ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ പ്രസ്താവന വന്നതോടുകൂടി പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് എന്നുള്ളതാണ്. കാരണം ഇന്നലെ വൈകിട്ട് നടന്ന കൺവെൻഷനിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം ബാവഹാജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ വലിയ തോതിൽ പ്രവർത്തകരൊക്കെ ആവേശത്തിലായി കൈയടിച്ചുകൊണ്ട് ഈ ഒരു പ്രഖ്യാപനം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ബൂത്തിലെ പ്രവർത്തകർക്കാണ് ഈ ഓഫർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് പെരുമാറ്റച്ചട്ട ലംഘനം ആവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു പക്ഷത്തിന്റെ വാദം. വോട്ടർമാർക്കല്ല ഈ ഓഫർ നൽകിയിട്ടുള്ളത്, പ്രവർത്തകർക്കാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു സാധ്യത കൂടി പരിഗണിക്കുന്നത്. എന്തായാലും ആ തവനൂരിലെ UDF പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശത്തിലാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിന് പിന്നാലെ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൂടുതൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തകർ എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് വൻ ഓഫറാണ് കിട്ടിയിട്ടുള്ളത്. അതായത് വിമാനത്തിൽ വിദേശയാത്ര, അവിടെ പോയി 15 ദിവസം അവിടെ ചിലവഴിക്കുക, അതിനുശേഷം തിരിച്ച് തവനൂരിലേക്ക് വരുന്ന ഒരു സാഹചര്യം. എന്തായാലും ആ തവനൂരിനെ സംബന്ധിച്ച് ഏത് വിധേനയും ആ VS ജോയിയെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു നീക്കം. നമുക്കറിയാം ബാവഹാജിയെ ആദ്യഘട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഒരാളാണ്. എങ്കിൽ പോലും പിന്നീട് ആ തവനൂർ മണ്ഡലത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് VS ജോയിക്ക് വേണ്ടി നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇന്നലെ നമ്മൾ അവിടെ പോയി VS ജോയിയെ കണ്ട സമയത്തും പറഞ്ഞത് എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഓടുകയാണ്. കാരണം ഇത്തവണ തവനൂരിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവും. അതിൻ്റെ സാധ്യത തന്നെയാണ് ആദ്യഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ മുഴുവൻ പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ UDFന് അവിടെ സാധിച്ചിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അതിൻ്റെ ഭാഗമായി എല്ലാവരും, മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്നൊരു പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇന്ന് നടന്ന കൺവെൻഷനിൽ ഇപ്പോൾ ബാവഹാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് കൂടിയാണ്. അദ്ദേഹം ഒരു വൻപൻ ഓഫർ കൂടി പ്രവർത്തകർക്ക് മുന്നിൽ വെച്ച ഇതൊരു ആഘോഷമാക്കി തീർക്കാൻ മുന്നിൽ നിന്ന് നയിക്കുന്നത്. എന്തായാലും നിലവിൽ പ്രവർത്തകരെ സംബന്ധിച്ച് വൻ ഓഫറാണ് ലഭിച്ചിരിക്കുന്നത്. ഏത് ബൂത്ത് അത്തരത്തിൽ VS ജോയിക്ക് കൂടുതൽ ലീഡ് നൽകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. സോണൽ കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്.